ഹായ് ഫ്രണ്ട്സ്, ഇഷിതയുടെയും മഹേഷിൻ്റെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കേരളത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വിനോദിനോട് പറയുന്നുണ്ട്, ഈ കേരളത്തോട് ഇങ്ങനെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നിന്നോട് പ്രേമമൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയട്ടോ. ആ സമയത്ത് വിനോദ് അങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എങ്ങനെയാണ് 100ലേക്കാണോ 101ലേക്കാണോ എന്ന് പറയുന്നത്. ആദ്യം 100ലേക്ക് എന്ന് പറയട്ടോ. 101 വേണ്ടത്, മഹേഷിൻ്റെ വീട് 101 പറയട്ടോ. പക്ഷേ 100 എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക നമ്പറല്ലേ, നമുക്ക് ആദ്യം അവിടേക്ക് പോകാം എന്ന് പറയും. ആ ശരി, എങ്കിൽ അങ്ങോട്ട് നമുക്ക് പോകാമെന്ന് പറയും. എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ മഹേഷ് ചേട്ടനോട് പറഞ്ഞതാണ്, എനിക്ക് ഹോസ്റ്റലിൽ വേണ്ട, ഒരു വീട്ടിൽ മതി എന്നൊക്കെ. അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം പ്രിയാമണിയാണെന്നുണ്ടെങ്കിൽ മാഷക്ക് ചായ കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സുജിയെ ജോലിക്ക് വിടണ്ടായിരുന്നു, ഒരു സുഖമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം മാഷ് പറഞ്ഞിട്ട്, തല്ല് പിടിക്കാനും വഴക്ക് പറയാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ടെൻഷനായി തുടങ്ങിയില്ലേ എന്നൊക്കെ പറയട്ടോ. അതെ എന്ന് പറയട്ടോ. അങ്ങനെ മാഷാണെന്നുണ്ടെങ്കിൽ പറയും, അതിനിപ്പോൾ എൻ്റെ തലയിൽ കയറിയാൽ പോരെ എന്ന് പറയട്ടോ. അതിന് എൻ്റെ തലയിൽ കയറി ഇരുന്നിട്ട് ഇപ്പോൾ വർഷം കുറേ ആയല്ലോ എന്ന് പറയും. അപ്പോൾ പ്രിയാമണി പറയും, അന്ന് ഞാൻ കയറിയപ്പോഴേ മാഷിൻ്റെ തലയിൽ കുറേ പേനുണ്ടായിരുന്നു, ഇപ്പം ആ പേനൊന്നും ഇല്ലല്ലോ, അപ്പം ഞാൻ കയറിയതിൻ്റെ ഗുണമുണ്ട് എന്നൊക്കെ പറയും. ശരി ശരി എന്ന് പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുജി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സുജി നീ ഇവിടെ ഇല്ലാതെ ഒരാൾ കരച്ചിലായിരുന്നു എന്ന് പറയും. ഇത്രയും നാൾ അങ്ങനെയല്ലായിരുന്നു പറഞ്ഞത്, നിനക്കൊരു ജോലിക്കും പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് വഴക്കല്ലായിരുന്നു എന്ന് പറയട്ടോ. നീ ഇവിടെ ഇല്ലാണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ആണോ എന്ന് നോക്കിയിട്ടാ. അതെ, എനിക്കൊരു ഞാൻ നാളെ ലീവ് എടുത്തിട്ടുണ്ടെന്ന് പറയട്ടോ. പ്രിയാമണിക്കാണെങ്കിൽ ലീവ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ പറയുന്നത്, ഞാൻ ലീവ് എടുത്തുന്നപ്പോൾ നല്ല സന്തോഷമാണല്ലോ, അപ്പോൾ ഞാനിവിടെ ഉള്ളത് സന്തോഷം തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ എന്നോണം പറഞ്ഞത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇതിൻ്റെ ജോലി എന്നൊക്കെ പറയും കേട്ടോ. ഇന്ന് എനിക്കൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്, നാളെ ഒരു വർക്ക് ഉണ്ട്, അപ്പോൾ അതിൽ കഴിവ് തെളിയിച്ചാൽ മാത്രമേ എൻ്റെ ജോലി പെർമനൻ്റ് ആവുള്ളൂ എന്നൊക്കെ പറയും. ഈ സമയത്ത് അവിടേക്ക് ഇഷിത വരികയാണ് കേട്ടോ. ഇഷിത വരുമ്പോൾ മുഖത്തൊക്കെ ആകെ സങ്കടം തോന്നുന്നുണ്ട് ഇഷിതയുടെ കാണുമ്പോൾ തന്നെ. അപ്പോൾ എന്താ മോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ, ഇഷാദ് പോയി അച്ഛാ എന്ന് പറയും. അത് നല്ല കാര്യമില്ലേ മോളെ എന്ന് അമ്മ പറയുമ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കൂട്ടോ. അമ്മ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ, ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ മോള് ചിന്തിക്കുന്നത്, എന്നോട് അച്ഛൻ പറഞ്ഞു എന്ന് പറയും. മോളെ എന്തായാലും ഇഷാദിൻ്റെ അസുഖമൊക്കെ മാറി എന്നുള്ള സന്തോഷമല്ലേ വേണ്ടതെന്ന് പറയും. ശരിയാണ്, ഞാനിപ്പോൾ അങ്ങനെയാണ് ശ്രമിക്കുന്നത്, അങ്ങനെ വിചാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയട്ടോ. നിൻ്റെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അനുഗ്രഹം കയറി വരികയാണ് കേട്ടോ. അനുഗ്രഹനെ കാണുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാവുന്നൊന്നുമില്ല. അപ്പോൾ അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് പറയും, മാഷച്ചനല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അതെ എന്ന് പറയും കേട്ടോ. എന്നെ ആർക്കും മനസ്സിലായില്ലൊന്നുമില്ലല്ലോ, ഞാൻ എല്ലാവരെയും അറിയാം, എനിക്ക് എല്ലാവരെയും അറിയാം എന്ന് പറയട്ടോ. എന്നിട്ട് പ്രിയാമണിയുടെ അടുത്ത് വന്നിട്ട്, ഇത് പ്രിയാമണി അമ്മ എന്ന് പറയട്ടോ. അപ്പോൾ പ്രിയാമണി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് സുജി എന്ന് പറയും. പിന്നീട് ഇഷിത ചേച്ചി എന്ന് പറയട്ടോ. അപ്പോൾ ആർക്കും മനസ്സിലായില്ലല്ലോ ഇതുവരെയും ചോദിക്കും. മഹേഷ് ചേട്ടൻ എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അനുഗ്രഹ. അപ്പോൾ പറയും, അനുഗ്രഹ മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹേഷിൻ്റെ ഓഫീസിലെ അഡ്വൈസറുടെ മകൾ എന്ന് പറയട്ടോ. അപ്പോൾ അനുഗ്രഹ അതെ എന്ന് പറയട്ടോ. ഇപ്പം മനസ്സിലായി എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും കൊണ്ടും ഭയങ്കര സ്നേഹത്തിലൊക്കെ അനുഗ്രഹം സംസാരിക്കാനായിട്ട് പറഞ്ഞിട്ട്, പ്രിയാമണിയെ കാണാനായിട്ട് എന്തു ഭംഗിയാണ്, ഇപ്പോഴും സാരി തന്നെയാണല്ലേ, ഈ കുഞ്ഞ് കമ്മൽ മാറ്റിയിട്ട് ഒരു വലിയ കമ്മലിട്ടാൽ കുറച്ചും കൂടെ സുന്ദരിയാവും എന്നൊക്കെ പറയട്ടോ. ഇതൊക്കെ കേട്ടിട്ട് മാഷ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. സുജിക്കാണെന്നുണ്ടെങ്കിൽ വലിയൊരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ മോൾ ഒറ്റയ്ക്കാണോ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ദേ വിനോദിൻ്റെ കൂടെ വന്നത്, വിനോദ് പുറത്തുണ്ടെന്ന് പറയുന്നതോട് കൂടിയിട്ട് സുജിക്ക് വീണ്ടും ഭയങ്കര ദേഷ്യമാവും കേട്ടോ. അപ്പോഴേക്കും വിനോദ് വരും. വിനോദിനെ കാണുമ്പോൾ തന്നെ അനുഗ്രഹം ഓടിച്ചെന്ന് വിനോദിനോട് ചേർന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ട് സുജിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷിതയാണെന്നുണ്ടെങ്കിൽ സുജിനെ ഇങ്ങനെ ഒളിക്കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഇവനാണ് എൻ്റെ ചങ്ക് എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹ വിനോദിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സുജി ഒന്നും മിണ്ടാതെ കുമ്പിട്ട് നിൽക്കുകയാണ്. അതെ, അപ്പോഴേക്കും സുജിൻ്റെ മുഖത്ത് എന്താ ഒരു വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിനോദ് പറയും, നമുക്ക് ഇനി 101ലേക്ക് പോകാമെന്ന് പറയട്ടോ. അച്ഛാ, ഞാൻ നാളെ ജോയിൻ ചെയ്യാണ്, അതുകൊണ്ട് അച്ഛനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മുടെ വിനോദും അനുഗ്രഹം കൂടിയിട്ട് 101ലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, സുചിത്രയ്ക്ക് കുശുമായി തുടങ്ങി എന്ന് പറയും. എന്തായാലും നല്ല കുട്ടിയാണ് എന്ന് പറയും കേട്ടോ പ്രിയാമണി. പിന്നെ ഇളമയ്ക്ക് ഏത് കുട്ടീനെ കണ്ടാലും നല്ല കുട്ടിയാണെന്ന് തോന്നുമല്ലോ. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, അതെ ഇവള് വിനോദിനെ അടിച്ച് മാറ്റാതിരിക്കാനേ നോക്കിക്കോ, എന്നാൽ ഞാൻ അവൻ്റെ കഴുത്ത് വെട്ടും എന്ന് സുജി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാമനാഥൻ സ്വപ്നവല്ലിനെ വിളിക്കുകയാണ്. ഇവിടെ ഒരു ചായ തരാനായിട്ട് ആരുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ ചായ തരാം എന്ന് പറയുമ്പോഴേക്കും അനുഗ്രഹ വരികയാണ് കേട്ടോ. അനുഗ്രഹനെ കാണുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ അനുഗ്രഹ കയറി വന്നിട്ട് ഇങ്ങനെ എടുത്ത് ചാടിയൻസ പോലെ സംസാരിക്കുകയാണ് കേട്ടോ. അതെ, എന്നാർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിനോദ് വരും കേട്ടോ. എന്നിട്ട് രാമനാഥൻ്റെ അടുത്ത് പോയിട്ട് ഇത് അച്ഛൻ എന്ന് പറയും കേട്ടോ.
അച്ഛൻ മഹേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെയുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ആയിരിക്കുന്നു, പക്ഷേ ഈ അച്ഛൻ നാടൻ തന്നെയെന്ന് പറയട്ടോ. അതിനുശേഷം പ്രിയാമണിയല്ല സ്വപ്നവലിയുടെ അടുത്തേക്ക് ചെല്ലുട്ടോ. എന്നിട്ട് പറയും, അമ്മ മഹേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ സുന്ദരിയാണ് അമ്മ എന്നൊക്കെ പറയട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വപ്നവലിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ പിന്നെ പറയുന്നുണ്ട്, മോള് മഹേഷ് പറഞ്ഞതല്ലേ അനുഗ്രഹ അരുന്ധതി മേഡത്തിൻ്റെ മകളല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. അതെ എന്ന് പറയട്ടോ. അതിനുശേഷം സ്വപ്നവലിയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ വിചാരിച്ചു ഒരു 60 വയസ്സ് പ്രായമായിരിക്കുന്നു, പക്ഷേ ഇതിപ്പോൾ ഒരു 35 വയസ്സല്ലേ പ്രായമുള്ളൂ എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ സ്വപ്നവലിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ പറയുന്നുണ്ട്, അതെ മഹേഷ് ഏട്ടൻ പറയാറുണ്ട് എൻ്റെ അമ്മ ഭയങ്കര കെയറിങ് ആണ്, പിന്നെ എന്താണ് എന്നെക്കുറിച്ച് പറയാറ് എന്നൊക്കെ സ്വപ്നവലി ഇങ്ങനെ വീട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വെളുപ്പിന് എഴുന്നേക്കും, നല്ല ഭക്ഷണം ഉണ്ടാക്കും, പഠിക്കുമ്പോൾ കൂടെ ഇരിക്കും, ഭക്ഷണം കൊടുക്കും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ സ്വപ്നവലിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ചിപ്പിക്ക് എടുത്തു വെച്ച ചോക്ലേറ്റ് മുഴുവനും അനുഗ്രഹിക്ക് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് മഞ്ജിമ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കണാണുമ്പോൾ ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്, ഒരു കാര്യം ചെയ്യും, കൈലാസേട്ടൻ്റെ ഞാനും വിനോദും കൂടെ പൊയ്ക്കോളാം, അത് നമുക്ക് ശരിയാക്കാം. മഹേഷ് ഏട്ടൻ്റെ ചേച്ചിയാണെന്നൊന്നും പറയില്ല കേട്ടോ, വിനോദിൻ്റെ അനിയത്തിയാണെന്നേ പറയുള്ളൂ, പ്രായം വളരെ കുറവാണെന്നൊക്കെ പറയുമ്പോൾ മഞ്ജിമയ്ക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. അതിന് ശേഷം വന്നിട്ട് പറയുന്നുണ്ട്, നാളെ ഞാൻ ജോയിൻ ചെയ്യാണ്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് സ്വപ്നവലിക്ക്. ഇനി സ്വപ്നവലിയോട് പറയുന്നുണ്ട്, അത് ആൻറ്റി സൗന്ദര്യ മത്സരത്തിലൊക്കെ പങ്കെടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ രാമനാഥനും അതുപോലെ തന്നെ സ്വപ്നവലിക്കൊക്കെ. എന്നിട്ട് വിനോദ് പറയും, താൻ 2 വീട്ടിലും ഭയങ്കര പെർഫോമൻസ് ആയിരുന്നല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ ഞാനൊരു ഫാമിലി ഓറിയൻറ്റഡ് ആണെന്ന് അറിയുമല്ലോ, എനിക്ക് ഫാമിലി ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്, കൂട്ടുകുടുംബം അത് എൻ്റെ വീക്ക്നെസ് ആണെന്നൊക്കെ പറയും കേട്ടോ. ഞാൻ എന്തായാലും പറഞ്ഞതാണ് എനിക്ക് ഹോസ്റ്റൽ വേണ്ട, 100 മതിയെന്ന്. 100 പറ്റുമോ എന്ന് ചോദിക്കാം കേട്ടോ. എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് 100 പറയട്ടോ. എന്തായാലും നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ 2 പേരും കൂടി ഒരു സെൽഫി എടുക്കുന്നത് കണ്ടുകൊണ്ട് സുചി വരികയാണ് കേട്ടോ. സുചിക്കാണെന്നുണ്ടെങ്കിൽ അത് കണ്ടോട് കൂടിയിട്ട് ഭയങ്കര ദേഷ്യമാവും. സുചിനെ കാണുമ്പോൾ തന്നെ വിനോദ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് ഹോസ്റ്റലിലാക്കിയിട്ട് വരട്ടെ എന്ന് പറയും. ഞാനും വരുന്നുണ്ട് എന്ന് പറയും. ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കും കേട്ടോ വിനോദിനോട്. ബുദ്ധിമുട്ടാവും വിനോദ് പറയും എന്നാൽ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടിയിട്ട് ഹോസ്റ്റലിലേക്ക് പോകണം കേട്ടോ. ഹോസ്റ്റലിലേക്ക് പോണ സമയത്ത് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വിനോദിനെ ആയിട്ട് കൂടുതൽ എടുക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. കാണുമ്പോൾ സുചിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് വിനോദിനോട് പറയുന്നുണ്ട് അനുഗ്രഹ, അതെ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത പ്ലേസ് ഏതാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുചി പറഞ്ഞു, അതൊന്നും ഇവന് ഓർമ്മയുണ്ടാവില്ല, ഇവൻ അതൊക്കെ ഓർത്തിരിക്കുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് വിനോദ്, എനിക്ക് ഓർമ്മയുണ്ട്, താജ്മഹലല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ സുചി ആകെ ചമ്മിയെ പോലെ ആവട്ടെ. എന്നിട്ട് പറയും, കണ്ട ഇവന് ഓർമ്മയുണ്ട്, നല്ല പ്ലേസ് ഒരിക്കലും മറക്കില്ല, പ്രണയത്തിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്ന് പറയും. ഞാൻ അവിടുത്തെ വെള്ള മാർബിൾ കണ്ടിട്ട് തുണി കുറച്ച് പൊക്കി പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയാണ്, തുണി അധികം പോക്കണ്ട, അത് മാർബിളാണ്, വെള്ളമല്ല എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ടത് എന്ന് പറയും. മുംതാസും ഷാജഹാൻ്റെയും ഒരു പ്രണയ സൗധത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്, ഞങ്ങളും തമ്മിൽ അങ്ങനെയൊക്കെ ആവാൻ വഴിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷാജഹാനെ മുംതാസിനെ ഒന്നല്ല പ്രേമിച്ചത്, വേറൊരു പെണ്ണിനെയാണ് പ്രേമിച്ചത്. മുംതാസെ വളഞ്ഞിട്ട് ഷാജഹാനെ പ്രേമിച്ചതാ, അതുകൊണ്ട് മറ്റേ പെണ്ണിനെ മുംതാസെ തലക്കടിച്ച് കൊന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അനുഗ്രഹിച്ച് ചോദിക്കുകയാണ്, അതെ അങ്ങനെയാണോ അതിൻ്റെ കഥ എന്നൊക്കെ ചോദിക്കും. വിനോദിന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു കേട്ടോ. സുചിക്ക് കുശുമായിട്ടാണ് അങ്ങനെ പറയുന്നതെന്നൊക്കെ. അതിനുശേഷം ഹോസ്റ്റലിലെത്താണ്. അന്നേരം അനുഗ്രഹം പറയുന്നു, അയ്യോ താൻ വിനോദ് എന്നെ ഇവിടെ ആക്കിയിട്ട് പോകുകയാണോ, എനിക്ക് സങ്കടമാവുമെന്ന് പറയട്ടോ. അപ്പോൾ സുചി പറയും, എന്നാലേ താനൊരു കാര്യം ഈ വിനോദിനും കൂടെ ഇവിടെ ഒരു റൂം എടുത്തോ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ട് സുചി ഇങ്ങനെ ഇറങ്ങും കേട്ടോ. താൻ പോരുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ അകത്തേക്ക്. ഞാനും പോരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ അകത്തേക്ക് 3 പേരും കൂടിയിട്ട് പോവുകയാണ്. എന്നിട്ട് മദറിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. മഹേഷ് ഏട്ടൻ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ചോദിക്കും, ഒരു റൂം ബുക്ക് ചെയ്തില്ലെങ്കിൽ ചോദിക്കുമ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനുഗ്രഹിക്ക് ഒരു ഫോമൊക്കെ കൊടുക്കുകയാണ്. ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ 2 പേര് ഇരിക്കുകയാണ് കേട്ടോ. സൂചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയും, വിനോദിന് മാത്രമേ അനുഗ്രഹനെ കാണാനുള്ള പെർമിഷൻ ഉള്ളൂ, വിനോദാണല്ലോ ലോക്കൽ ഗാർഡിയൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സൂചിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണേ.